Welcome to Computer Science Hub. Our subject is Theory of Computation and topic is Equivalence of CFG and PDA. In this video, we will be discussing about the methods for converting CFG to PDA. So far, we have discussed what is PDA and some examples of PDA. We have designed some examples of PDA. And in this video, today we are discussing how to convert a context-free grammar to push-down automata. ഓക്കെ അപ്പോൾ ഇതിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഏത് പ്രോബ്ലം ആയിക്കോട്ടെ നമ്മൾ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു 3-4 സ്റ്റെപ്സ് കൂടെ മാത്രമാണ് പോകുന്നത്. ആ സ്റ്റെപ്സിലൂടെ പോയി കഴിഞ്ഞാൽ വി ക്യാൻ ഈസിലി കൺവേർട്ട് എ CFG ഇൻ ടു എ PDA. ഓക്കെ, ആ ഒരു സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ നേരെ സ്റ്റെപ്പിലോട്ട് പോവാം. And before that, there are some assumptions. നമ്മൾ ചെയ്യാനായിട്ട് കുറച്ച് assumptions ഉണ്ട്. First one, we are generating an NPDA. Like NFA, DFA പോലെ തന്നെ PDAയിലും ഉണ്ട് നോൺ ഡിറ്റർമിനിസ്റ്റിക്കും ആൻഡ് ഡിറ്റർമിനിസ്റ്റിക്കും. സോ NPDA ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നോൺ ഡിറ്റർമിനിസ്റ്റിക് എന്താ നമുക്കറിയാമല്ലോ, ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിന് ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, നമുക്ക് എത്ര ട്രാൻസാക്ഷൻ 0, 1 or more transactions are possible for an NPDA. So we are generating an NPDA. And the second assumption is this NPDA accept input by empty stack, which means there are no final states. ഇപ്പം നമുക്കറിയാം acceptance by PDA എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്, ബൈ എംറ്റി സ്റ്റാക്കും ബൈ ഫൈനൽ സ്റ്റേറ്റും. ആൻഡ് ഹിയർ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന PDA CFG എന്ന് കൺവേർട്ട് ചെയ്ത് ഡിസൈൻ ചെയ്യുന്ന PDA ആക്സെപ്റ്റ് ചെയ്യുക ബൈ എംറ്റി സ്റ്റാക്ക് വെച്ചിട്ടാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഫൈനൽ സ്റ്റേറ്റ് എന്നുള്ള കൺസെപ്റ്റ് അവിടെ വരുന്നില്ല. ആൻഡ് ബോട്ടം ഓഫ് സ്റ്റാക്ക് കണ്ടെയ്ൻ Z0. ഇപ്പം നമ്മൾ PDA ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ Z0നെ പുഷ് ചെയ്യാറുണ്ട്, ലാസ്റ്റ് Z0നെ പോപ്പ് ചെയ്യാറുണ്ടല്ലേ. ഇവിടെ ബൈ ഡിഫോൾട്ട് ബോട്ടം ഓഫ് ദ സ്റ്റാക്ക് കണ്ടെയ്ൻ Z0. അങ്ങനെയാണ് അസംഷൻസ് വരുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് അവർ CFGയിൽ ഒരു 4 ട്രിപ്പിൾ ആണ് ഉണ്ടായിരിക്കുക. VTPS. V is a set of non-terminals, T terminals, P production rule and S is the start symbol. So ഈ ഒരു 4 tuple we have to convert this 4 tuple into this 7 tuple. Q, sigma, gamma, del, Q0, Z0, F. അപ്പോൾ ഈ ഒരു മാപ്പിംഗ് എങ്ങനെയാണ്, ഈ 4 ടപ്പിളിൽ നിന്ന് 7 ടപ്പിളിലേക്കുള്ള ഒരു മാപ്പിംഗ്, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് Q ആദ്യം, അതായത് നമുക്കൊരു 4 ടപ്പിൾ തന്നിട്ടുണ്ടാവും ആൻഡ് വി ഹാവ് ടു ക്രിയേറ്റ് 7 ടപ്പിൾ. സോ VTPS എങ്ങനെയാണ് അത് ജനറേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ Q എന്ന് പറയുന്ന സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആണല്ലോ. നമുക്ക് ഇൻപുട്ട് ഒരു എംറ്റി സ്റ്റാക്ക് വെച്ചിട്ടാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ Q എന്ന് പറയുന്നത് സെറ്റ് Q, അതായത് നമുക്കൊരു സിംഗിൾ സ്റ്റേറ്റേ ഉള്ളൂ, അതാണ് Q. ആൻഡ് സിഗ്മ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ആൽഫബറ്റ് ആണല്ലോ ആവാറ്. നമ്മുടെ ടെർമിനൽസ് ആണ്, അതായത് ഗ്രാമറിലെ ടെർമിനൽസ് ആണ് PDAയിലെ ഇൻപുട്ട് ആൽഫബറ്റ് ആയിട്ട് വരിക. ആൻഡ് ഗാമ എന്ന് പറയുന്നത് എന്തായിരുന്നു, സ്റ്റാക്കിലേക്ക് നമ്മൾ പുഷ് ചെയ്യുന്ന സിമ്പിൾസ് ആണ്. സോ സ്റ്റാക്കിലേക്ക് നമുക്ക് പുഷ് ചെയ്യാം, ടെർമിനൽസും നോൺ ടെർമിനൽസും ആവാം. ദെൻ സ്റ്റാക്ക് ടോപ്പിൽ ഒരു Z0 ഉണ്ടാവാറുണ്ടല്ലോ, ബോട്ടം ഓഫ് ദി സ്റ്റാക്ക് കണ്ടെയ്ൻ Z0 എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. സോ Z0. This gamma is equal to set V non-terminals union set T terminals union Z0. And the final state, ഇല്ല, so final state is 5. അപ്പോൾ ഇതാണ് ജനറൽ ടേംസ്. ഇനി നമുക്ക് മാപ്പ് ചെയ്യാനുള്ളത് എന്താ, അപ്പോൾ നമുക്ക് Q കിട്ടി, സിഗ്മ കിട്ടി, ഗാമ കിട്ടി ആൻഡ് Q0 എന്തായാലും ഓഫ് കോഴ്സ് ഒറ്റ Q ഉള്ളൂ, സോ Q തന്നെയാണ്. ആൻഡ് Z0 സ്റ്റാക്ക് ടോപ്പ് കണ്ടെയ്ൻ Z0 നമുക്കറിയാം. ആൻഡ് F ഫൈനൽ സ്റ്റേറ്റ് ഇസ് 5. സോ ഇനി നമുക്ക് കിട്ടാനുള്ള ഒരേ ഒരാളെന്ന് പറയുന്നത് എന്താ, ഈ ഡെല്ലാണ്. സോ ഇവിടെ ബാലൻസ് ഉള്ളത് P ആണ്. സോ ഇനി അപ്പോൾ ഈ ഒരു കൺവേർഷനിലെ മെയിൻ പ്രോസസ് ഇസ് ദ കൺവേർഷൻ ബിറ്റ്വീൻ ദിസ് P മീൻസ് പ്രൊഡക്ഷൻ റൂൾ അല്ലേ. ഈ പ്രൊഡക്ഷൻ റൂളും ആൻഡ് ഡെല്ലും തമ്മിലാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. തന്നിട്ടുള്ള പ്രൊഡക്ഷൻ റൂളിൽ നിന്ന് എങ്ങനെ ഡെൽ ട്രാൻസിഷൻസ് ആക്കി മാറ്റാം. ഇപ്പോൾ പ്രൊഡക്ഷൻ റൂളിനകത്ത് ടെർമിനൽസും നോൺ ടെർമിനൽസും തമ്മിലുള്ള റിലേഷനാണ് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് മാറ്റി നമ്മൾ എന്താക്കണം, ഇൻപുട്ട്, സ്റ്റേറ്റ്, ദെൻ സ്റ്റാക്ക് സിമ്പിൾ, അതിൻ്റെയൊക്കെ ചേഞ്ചസ് ഇത്രയാക്കി മാറ്റണം. അതാണ് പ്രോസസ്സ് നമുക്ക് ചെയ്യാൻ പോണത്. സോ ദ ട്രാൻസിഷൻ ഡെൽ, ഇതൊരു 4 സ്റ്റെപ്പായിട്ടാണ് ജനറലി ചെയ്യുക. സ്റ്റെപ്പ് 1 ഇസ് ഫോർ ദ സ്റ്റാർട്ടിംഗ് സിമ്പിൾ, അതായത് തന്നിട്ടുള്ള CFGയിലെ പ്രൊഡക്ഷൻ റൂൾ ഉണ്ടാവുമല്ലോ, അതിൻ്റെ സ്റ്റാർട്ട് സിമ്പിളിന് വേണ്ടിയിട്ടുള്ള ഡെൽ ട്രാൻസിഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ട് സിമ്പിൾ
del of q epsilon z0. സോ സ്റ്റേറ്റ് ക്യൂ ആണ്. ദെൻ ഇൻപുട്ടിനെ പറ്റി നമ്മൾ ബോദർ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ എപ്സിലോൺ കൊടുത്തിട്ടുള്ളത്. ആൻഡ് z0, സോ ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ് ഇതല്ലേ, വിതൗട്ട് കൺസ്യൂമിങ് എനി ഇൻപുട്സ്. ഇഫ് ദ സ്റ്റാക്ക് ടോപ്പ് ഇസ് z0, നമ്മൾ ചെയ്യാൻ പോകുന്നത് വി ആർ പുഷിംഗ് ദ സ്റ്റാർട്ട് സിമ്പിൾ ഓൺ ടു ദ സ്റ്റാക്ക് ടോപ്പ്. ഓക്കെ, സോ del of q epsilon z0 is equal to qs z0. ഇപ്പോൾ ഇനീഷ്യലി ഇൻപുട്ട് ഒന്നും എടുക്കുന്നില്ല, സ്റ്റാക്ക് ടോപ്പിനകത്ത് z0 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു കേസാണ് സ്റ്റാർട്ട് സിമ്പിൾ. നമ്മുടെ ഇതിൻ്റെ ഗ്രാമറിൻ്റെ സ്റ്റാർട്ട് സിമ്പിൾ ഏതും ആയിക്കോട്ടെ, ചിലപ്പോൾ എസ് ആവാം, ചില കേസിൽ എ ആവാം, ചില കേസിൽ ഇ ആവാം, എന്താണെങ്കിലും അതിനെ പുഷ് ചെയ്യുക, QSZ0. സോ ഇതാണ് ആദ്യത്തെ ട്രാൻസിഷൻ, ഡെൽ ട്രാൻസിഷൻ വരുന്നത്. രണ്ടാമത്തെ ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഫോർ ഓൾ ദ വാരിയബിൾ എക്സ് ഇഫ് ദർ ഇസ് എ പ്രൊഡക്ഷൻ എക്സ് ഗീവ്സ് വൈ ഓ സെഡ്. ദെൻ ഇനി നമ്മൾ പറയുന്നത് വാരിയബിൾസിനെയാണ്. അതായത് ഇപ്പോൾ ഒരു ഗ്രാമറിൻ്റെ അകത്ത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉണ്ടാവുമല്ലോ, ആ വാരിയബിൾസ്, ആ വാരിയബിൾസിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, എക്സ് ഗീവ്സ് വൈ ഓർ സെഡ്. അതായത് വാരിയബിൾ ഗീവ് സംതിങ് ഓ സംതിങ് ഓ സംതിങ് അങ്ങനെ പറഞ്ഞിട്ടാണല്ലോ പ്രൊഡക്ഷൻസ് ഉണ്ടാവുക. ദെൻ ഈ പ്രൊഡക്ഷൻസിൻ്റെ ട്രാൻസിഷൻ, PDA ട്രാൻസിഷൻ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഡെൽ ഓഫ് ക്യൂ ആപ്സിലോൺ എക്സ്. അപ്പോൾ നമ്മൾ ഇൻപുട്ടിനെ നോക്കല്ല, നമ്മൾ ആ പ്രൊഡക്റ്റ് ഇതിലെ വാരിയബിൾസിനെ എടുക്കുക, ഓരോ വാരിയബിൾസിനായിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ ഈ എക്സ് ഗീവ്സ് വൈ ഓർ സെഡ് എന്നുള്ള വാരിയബിൾ, സോ എക്സിനെ എടുത്തു. ഡെൽ ഓഫ് ക്യൂ ആപ്സിലോൺ എക്സ് ഇസ് ഈക്വൽ ടു, ഇതിന് പകരം നമ്മൾ ക്യൂ വൈ, അതായത് ഓരോ ടേം ഉണ്ടല്ലോ ആ ടേമിലേക്കാണ് ട്രാൻസിഷൻ വരിക. ക്യൂ വൈ കോമ ക്യൂ സെഡ്, രണ്ട് ടേമുള്ള കാരണം സെറ്റ് ആക്കി എഴുതി, ക്യൂ വൈ കോമ ക്യൂ സെഡ് സെറ്റ്. ഇതാണ് വാരിയബിൾസിൻ്റെ എല്ലാ, ഈ ഒരു ഗ്രാമറിൻ്റെ അകത്ത് ഏതൊക്കെ വാരിയബിൾസ് ഉണ്ടോ അവർക്കൊക്കെയും ഈ ട്രാൻസിഷനാണ് കൊടുക്കേണ്ടത്. ഡെൽ ഓഫ് ക്യൂ ആപ്സിലോൺ എക്സ് ഈക്വൽ ടു ക്യൂ വൈ, ഇതാണ് ക്യൂ വൈ കോമ ക്യൂ സെഡ്. ഇപ്പോൾ നോൺ ടെർമിനൽസ് കഴിഞ്ഞു, ഇനി അടുത്തത് എന്തായിരിക്കും, ടെർമിനൽസ് ആയിരിക്കും. ഫോർ ഓൾ ടെർമിനൽസ് എ, എല്ലാ ടെർമിനൽസിനും നമ്മൾ മാച്ചിങ്, ടെർമിനൽസിൻ്റെ കേസ് നമ്മൾ മാച്ചിങ് ആണ് ചെയ്യുക. അതായത് ഇൻപുട്ടിലുള്ള വാല്യൂവും നമ്മുടെ സ്റ്റാക്ക് ടോപ്പിനകത്തുള്ള വാല്യൂവും ഈക്വൽ ആണെങ്കിൽ, സെയിം ആണെങ്കിൽ അതിനെ പോപ്പ് ഔട്ട് ചെയ്യാം, പോപ്പ് ചെയ്യാന്ന് പറയും. ഡെൽ ഓഫ് ക്യൂ എ എ, ഇപ്പോൾ ഇൻപുട്ട് എ ആണ്, സ്റ്റാക്കിനകത്ത് എ ആണ്, ഇതെങ്കിൽ ക്യൂ എപ്സിലോൺ വിച്ച് മീൻസ് പോപ്പ് ചെയ്യാം. ലാസ്റ്റ് ട്രാൻസിഷൻ ഫോർ ഫൈനൽ ട്രാൻസിഷൻ ആണിത്. ഫൈനൽ ട്രാൻസിഷൻ എന്ത് ചെയ്യുന്നു, ഇഫ് ഡെൽ ഓഫ് ക്യൂ ആപ്സിലോൺ Z0 ദെൻ ക്യൂ ആപ്സിലോൺ, അതെന്താ ലാസ്റ്റ്, അതായത് ഇൻപുട്ട് എല്ലാം കഴിഞ്ഞു, Z0 മാത്രമാണ് സ്റ്റാക്ക് ടോപ്പിൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ Z0നെ നമ്മൾ പോപ്പ് ചെയ്യാണ്. ഇതാണ് ഫൈനൽ ട്രാൻസിഷൻ. ഇപ്പോൾ സ്റ്റാർട്ട് സിമ്പിളിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യലാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ക്യൂ ആപ്സിലോൺ Z0 is equal to QS Z0. Then if there is a production as a variable of the form x gives y or z, then the transition is del of q epsilon x equal to qy comma qz. If there is a terminal a, then del q a equal to pop here q epsilon. And final transition is like q epsilon z0 is equal to q epsilon. ഇതിങ്ങനെ തന്നെയാണ് ഏത് പ്രോബ്ലം ആയാലും, ഏത് എക്സാമ്പിൾ ആയാലും ഇതേ സ്റ്റെപ്സ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് CFG ഇതുപോലെ ജനറേറ്റ് ചെയ്യാം, CFGയുടെ ഡെൽ ട്രാൻസിഷൻസ് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു നോക്കുമ്പോൾ 1 2 3 4, ഇപ്പോൾ ഒരു മിനിമം ഒരു 4 ട്രാൻസിഷൻസ് ഉണ്ടാവും ഈ PDAക്ക്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇതാണ് എക്സാമ്പിൾ, ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ ആണ്. ഇ ഗീവ്സ് ഇ പ്ലസ് ഇ സ്റ്റാർ ഇ എ. ദിസ് ഇസ് അവർ CFG അല്ലേ. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് PDA is equal to Q സിഗ്മ ഗാമ ഡെൽ Q0 Z0 F, വേർ Q is equal to Q നമുക്കറിയാം, സിഗ്മ is equal to ടെർമിനൽസ് ആണ്. നമ്മൾ ടെർമിനൽസ് ആരൊക്കെയാ, ഈ പ്ലസ്, ഈ സ്റ്റാർ ആൻഡ് ഈ സ്മോൾ എ, ഇതാണ് നമ്മളുടെ ടെർമിനൽസ്, എ പ്ലസ് സ്റ്റാർ. ഗാമ ഇസ് ദ സ്റ്റാക്ക് സിമ്പിൾ, സ്റ്റാക്കിലോട്ട് നമുക്ക് നോൺ ടെർമിനൽസിനെ പുഷ് ചെയ്യാം. വി യൂണിയൻ ടി യൂണിയൻ Z0 ആണ്. സോ വി എന്ന് പറയുന്നത് ഒറ്റ വി ഉള്ളൂ, ഇ, അവിടെ ഇ ഉണ്ട്. ദെൻ ടി എന്ന് പറഞ്ഞാൽ എ പ്ലസ് സ്റ്റാർ, അപ്പോൾ എ പ്ലസ് സ്റ്റാർ ഇ, ദെൻ Z0, Q0 Z0, ലാസ്റ്റ് എഫ് എന്താ, എഫ് 5 ആണ്. എഫ് ഇല്ല, ഫൈനൽ സ്റ്റേറ്റ് ഇല്ല, ബിക്കോസ് വി ആർ അക്സെപ്റ്റിംഗ് ബൈ എംപ്റ്റി സ്റ്റാക്ക്. ഇനി എന്താ വേണ്ടത്, ഡെൽ ട്രാൻസിഷൻസ് ആണ് വേണ്ടത്, ട്രാൻസിഷൻ ഡെൽ. സോ ആദ്യത്തെ ട്രാൻസിഷൻ എന്തായിരിക്കും, ഇനീഷ്യൽ സ്റ്റേറ്റിന് വേണ്ടിയുള്ള സ്റ്റാർട്ട് സിമ്പിൾ പുഷ് ചെയ്യാന്നുള്ള ട്രാൻസിഷൻ ആണ്. ഫോർ ദ സ്റ്റാർട്ട് സിമ്പിൾ, ഡെൽ ഓഫ് ക്യൂ ആപ്സിലോൺ Z0 is equal to ക്യൂ സ്റ്റാർട്ട് സിമ്പിളിനെ പുഷ് ചെയ്യുക. സ്റ്റാർട്ട് സിമ്പിൾ എന്താ, ഇ ആണ്. സോ ക്യൂ ഇ Z0, ഇതാണ് ഫസ്റ്റ് ട്രാൻസിഷൻ.
സെക്കൻഡ് വാരിയബിൾസിന് വേണ്ടിയിട്ടുള്ളതാണ്. നോൺ ടെർമിനൽസിന് വേണ്ടിയിട്ട് നമുക്കിവിടെ സിംഗിൾ നോൺ ടെർമിനലേ ഉള്ളൂ, ഇ ആണ്. ഇപ്പോൾ ക്യൂ ആപ്സിലോൺ ഇ ഇസ് ഈക്വൽ ടു എന്താ, ക്യൂ എക്സ് ഓർ വൈ ആണെങ്കിൽ, അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്, എക്സ് ഗീവ്സ് വൈ ഓർ സെഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂ വൈ ക്യൂ സെഡ് കോമ ഇട്ടിട്ട് എഴുതണം. അപ്പോൾ ഇവിടെ നമുക്ക് 3 ടേം ഉണ്ട് ഇക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ട്രാൻസിഷൻ ഇങ്ങനെ വരും, ക്യൂ ഇ പ്ലസ് ഇ, ക്യൂ ഇ സ്റ്റാർ ഇ, ക്യൂ ഇ ക്യൂ എ. അപ്പോൾ ഇത്രയാണ് നോൺ ടെർമിനൽസിൻ്റെ ട്രാൻസിഷൻ. ഇനി ഓരോ ടെർമിനലിനും ഈ ട്രാൻസിഷൻ എഴുതണം നമ്മൾ, അല്ലേ. ഇപ്പോൾ എ ആണ് ടെർമിനൽ, പ്ലസ് ഉണ്ട്, സ്റ്റാർ ഉണ്ട്. അപ്പോൾ ഓരോന്നിനും എഴുതണം. ക്യൂ എ ഇസ് ഈക്വൽ ടു ക്യൂ ആപ്സിലോൺ, പോപ്പ് ചെയ്യുക. ക്യൂ പ്ലസ് പ്ലസ് ഇസ് ഈക്വൽ ടു ക്യൂ ആപ്സിലോൺ, ക്യൂ സ്റ്റാർ സ്റ്റാർ ഇസ് ഈക്വൽ ടു ക്യൂ ആപ്സിലോൺ. കഴിഞ്ഞു. ലാസ്റ്റ് ഫൈനൽ ട്രാൻസിഷൻ എന്ന് പറയുന്നത് ക്യൂ ആപ്സിലോൺ Z0. ഇത് തന്നെ, ഇതിൽ നിന്ന് നമ്മളിപ്പോൾ Z0നെയും പോപ്പ് ചെയ്തെടുക്കുക, ക്യൂ ആപ്സിലോൺ. സോ ഇതാണ് ആൻസർ എക്സാമ്പിൾ 1ൻ്റെ. ഈ ഒരു CFGക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള PDA ഡെഫിനിഷൻ നമ്മളിവിടെ എഴുതി, ആൻഡ് അതിൻ്റെ ഡെൽ ട്രാൻസിഷൻസ് ഇവിടെ എഴുതി. ഇനിയൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട്, എ സ്റ്റാർ എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഇത് വർക്കൗട്ട് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഈ ട്രാൻസിഷൻസിൽ കൂടെ പോയി നോക്കാം കേട്ടോ. ഡെൽ ഓഫ് ക്യൂ എ സ്റ്റാർ എ Z0. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ അതിലേക്ക് ക്യൂ എ സ്റ്റാർ എ ഇ, അതായത് സ്റ്റാർട്ട് സിമ്പിളിൻ്റെ സ്റ്റാക്ക് ടോപ്പിനകത്തേക്ക് പുഷ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത് സ്റ്റേറ്റ് ആണ്, ഇത് നമ്മളുടെ ഇൻപുട്ടാണ്, ആൻഡ് ഈ കാണുന്നതാണ് സ്റ്റാക്ക് ടോപ്പ്. ഇപ്പോൾ PDAയുടെ ഇതിൽ നോക്കാം കേട്ടോ, ഈ കാണുന്നതാണ് സ്റ്റാക്ക് ടോപ്പ്. ഇപ്പോൾ സ്റ്റാക്ക് ടോപ്പിനകത്ത് ഇപ്പം ഞാൻ ഇനെ പുഷ് ചെയ്ത് കൊടുത്തു. ഇനി എനിക്ക് എ സ്റ്റാർ എയിലോട്ട് എത്തണം, അല്ലേ. അപ്പം ഞാൻ ഇക്ക് പകരമായിട്ട് ഇ സ്റ്റാർ ഇ എന്നുള്ള നമ്മളുടെ പ്രൊഡക്ഷൻ റൂൾ അല്ല, ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. യെസ്, ഇതാ ഇത് ക്യൂ ആപ്സിലോൺ ഇ ഇസ് ഈക്വൽ ടു എന്താ, ക്യൂ ഇ പ്ലസ് ഇ ഉണ്ട്, ക്യൂ ഇ സ്റ്റാർ ഇ ഉണ്ട്, ക്യൂ എ ഉണ്ട്. കോമ ഇട്ടിട്ട് എഴുതിയിട്ടുണ്ടല്ലോ നമ്മൾ നോൺ ടെർമിനൽ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന്. സോ അങ്ങനെ ഇ എന്നുള്ള നോൺ ടെർമിനൽ വന്നപ്പോൾ ഞാൻ അതിലെ ഈ റൂളാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ക്യൂ എ സ്റ്റാർ, ഇത് ഇൻപുട്ടാണ്, ആൻഡ് ഇക്ക് പകരം ഞാൻ ഇ സ്റ്റാർ ഇ സെലക്ട് ചെയ്തു, Z0. ഇനി ആദ്യം ഇപ്പോൾ ഇതൊക്കെ സ്റ്റാക്ക് ടോപ്പിലാണെന്ന് ആലോചിക്കണം കേട്ടോ. ഇപ്പോൾ സ്റ്റാക്ക് ടോപ്പിലുള്ള എലമെൻറ്റിന് മാത്രമാണ് നമുക്ക് റീപ്ലേസ് ചെയ്ത് വരാൻ പറ്റുക. PDAയിൽ സ്റ്റാക്ക് വെച്ച് ആലോചിക്കുക. ആൻഡ് ഇപ്പോൾ ലെഫ്റ്റ് മോസ്റ്റ്, അതായത് ഇതാണ് സ്റ്റാക്ക് ടോപ്പിനകത്തുള്ളത്, ഇ ആണ്. ആൻഡ് ഇനെ എനിക്ക് എങ്ങനെയാണ് മാറ്റേണ്ടത്, എ സ്റ്റാർ എയിലോട്ടല്ലേ ചെല്ലേണ്ടത്. അപ്പം ഞാൻ ആ ക്യൂ എ എന്നുള്ള ടേമാണ് സെലക്ട് ചെയ്യുന്നത്. സോ ക്യൂ എ സ്റ്റാർ എ, ഇക്ക് പകരം എ സ്റ്റാർ ഇ Z0. ഇനി എൻ്റെ സ്റ്റാക്ക് ടോപ്പിനകത്തുള്ളത് എ ആണ്, ആൻഡ് ഇ എന്ന് പറയുന്നത് ടെർമിനലാണ്. ടെർമിനൽ വരുമ്പോൾ നമ്മൾ ഇൻപുട്ടും കൂടി നോക്കും. ഇൻപുട്ടിനും എ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലാണ് നമുക്കതിനെ പോപ്പ് ചെയ്യാൻ പറ്റുക. സോ ഇൻപുട്ടിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എന്തായാലും എനിക്ക് എ ആണ്, ഇവിടെയും എ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ മാച്ചിങ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്കിത് രണ്ടും കട്ട് ചെയ്ത്, ഈ രണ്ട് റെഡിൽ കാണുന്ന എയും കട്ട് ചെയ്ത് കളയാം. അപ്പം അതിന് കട്ട് ചെയ്ത് കളയുമ്പോൾ ബാക്കി ക്യൂ സ്റ്റാർ എ ഒരു സ്റ്റാർ ഇ Z0. അപ്പോഴും ഇവിടെ സ്റ്റാക്ക് ടോപ്പിനകത്ത് കാണുന്നത് സ്റ്റാർ എന്ന് പറയുന്ന ഒരു ടെർമിനലാണ്, നമ്മളുടെ ഇൻപുട്ടിനകത്തും വരുന്നത് സ്റ്റാർ എന്ന് പറഞ്ഞ ടെർമിനലാണ്. അപ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്യാം. ക്യൂ എ ഇ Z0. അപ്പോൾ അഗെയിൻ എനിക്കൊരു നോൺ ടെർമിനൽ വന്നു, ആൻഡ് ഈ നോൺ ടെർമിനലിനെ ഞാൻ മാറ്റുന്നത് ക്യൂ എ എന്നുള്ള ടേം എടുത്തിട്ടാണ്, അതായത് എ തന്നെയാണ് വരിക, ക്യൂ എ Z0. അപ്പോൾ ഇവിടുന്ന് രണ്ട് എയും പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ ആപ്സിലോൺ Z0 ആയി, അത് ഫൈനൽ സ്റ്റേറ്റ് ആയി. ക്യൂ ആപ്സിലോൺ Z0 ഫൈനൽ ട്രാൻസിഷൻ കൊടുക്കുമ്പോൾ ക്യൂ ആപ്സിലോൺ. അപ്പോൾ ഈ എ സ്റ്റാർ എന്ന് നമ്മൾ എല്ലാതും പോപ്പ് ചെയ്ത് ലാസ്റ്റ് സ്റ്റേറ്റിലോട്ട് എത്തി. അപ്പോൾ ഇതാണ് ഒരു എക്സാമ്പിൾ, സ്ട്രിങ് മാനിപ്പുലേഷൻ്റെ ഒരു എക്സാമ്പിൾ ഈ PDA വെച്ചിട്ട്. നമുക്ക് ഒരു എക്സാമ്പിളും കൂടി നമുക്ക് പതിയെ നോക്കാം. സെക്കൻഡ് എക്സാമ്പിൾ, ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ രണ്ട് റൂൾ ഉണ്ട് അല്ലേ, നമുക്ക് നേരത്തെ ഒരു റൂൾ ഉണ്ടായിരുന്നുള്ളൂ. എസ് ഗീവ്സ് എ, ഇതാണ് ആദ്യത്തെ ടേം, എസ് ആണ് സ്റ്റാർട്ട് സിമ്പിൾ. ദെൻ ദിസ് എ ഗീവ്സ് AS ഓർ BS ഓർ A. ഇതാണ് നമ്മുടെ ഗ്രാമർ. അപ്പോൾ ഒരു വ്യത്യാസമില്ല, ഏത് എക്സാമ്പിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാലും അതേ സ്റ്റെപ്സ് തന്നെ ഫോളോ ചെയ്യുക. ആദ്യം PDA ഡെഫിനിഷൻ എഴുതി, അപ്പോൾ അതിനകത്ത് ക്യൂ തന്നെ, സിഗ്മ എന്താ, ടെർമിനൽസ്. ഇവിടെ എത്ര ടെർമിനൽ ഉണ്ട്, എ ഒരു ടെർമിനലാണ്, ബി ഒരു ടെർമിനലാണ്, രണ്ട് ടെർമിനലേ ഉള്ളൂ. ഗാമ പറയുമ്പോൾ നോൺ ടെർമിനൽ യൂണിയൻ Z0. അപ്പോൾ എസ് ഉണ്ട്, എ ഉണ്ട്, ദെൻ AB ഉണ്ട്, Z0, ആൻഡ് എഫ് empty. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ. ക്യൂ ആണ്, സിഗ്മ AB ആണ്, ഗാമ ABS Z0, F is 5. Then moving on to the del transitions. We are mapping this production rule into this del transition. But first transition for start symbol.
സ്റ്റാർ സിമ്പിളിനെ ജസ്റ്റ് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ക്യൂ ആപ്സിലോൺ Z0 ഇസ് ഈക്വൽ ടു ക്യൂ, നമ്മൾ സ്റ്റാർ സിമ്പിൾ എന്താ എസ് ആണ്, ക്യൂ എസ് Z0. ഇനി എല്ലാ നോൺ ടെർമിനൽസിനുള്ള റൂള്, നമുക്ക് 2 നോൺ ടെർമിനൽസ് ആണുള്ളത്. അപ്പോൾ എങ്ങനെ എഴുതണം? ക്യൂ ആപ്സിലോൺ എസ്, എസ് വരുമ്പോൾ എസിൻ്റെ റൂളിനെ പുഷ് ചെയ്യുക അല്ലേ, ക്യൂ എ എ എന്നെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു, ക്യൂ എ എ എ അല്ലേ, എസ് ഗീസ് ഇതാണല്ലോ ടേം, അപ്പോൾ അതിനെ പുഷ് ചെയ്തു നോൺ ടെർമിനൽസ്. അടുത്ത നോൺ ടെർമിനൽ എന്താ? എ ആണ്. സോ എ ക്യൂ ഒ ഡെൽ ഓഫ് ക്യൂ ആപ്സിലോൺ എ ഇസ് ഈക്വൽ ടു എന്തൊക്കെയുണ്ട്? ക്യൂ എ എസ് അല്ലെങ്കിൽ ക്യൂ ബി എസ് ഓർ ക്യൂ എ, ഈ 3 ഒരെണ്ണമായിരിക്കാം ഈ ട്രാൻസിഷൻ ഡെൽ ട്രാൻസിഷൻസ് വരുന്നത്. അപ്പോൾ 2 നോൺ ടെർമിനൽ കഴിഞ്ഞു. ഇനി ടെർമിനൽ 2 ടെർമിനലേ ഉള്ളൂ. ടെർമിനൽ വരാം, ഇൻപുട്ട് മാച്ച് ചെയ്യുക, പോപ്പ് ചെയ്യുക. ഡെൽ ഓഫ് ക്യൂ എ ഇസ് ഈക്വൽ ടു ക്യൂ ആപ്സിലോൺ, ഡെൽ ഓഫ് ക്യൂ ബി ബി ഇസ് ഈക്വൽ ടു ക്യൂ ആപ്സിലോൺ. ലാസ്റ്റ് എന്താ? ഫൈനൽ ട്രാൻസിഷൻ. ഫൈനൽ ട്രാൻസിഷനിൽ പറയുന്നത് തന്നെയുള്ളൂ, ഡെൽ ഓഫ് ക്യൂ ആപ്സിലോൺ Z0 ഇസ് ഈക്വൽ ടു ക്യൂ ആപ്സിലോൺ, പോപ്പ് ചെയ്യുക, Z0നെ പോപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കൺവേർഷൻ. ഇപ്പോൾ ഒരു CFG തന്നു കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് PDA കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വളരെ ഈസിയാണ്. ഈ സ്റ്റെപ്പ് കൂടെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് PDA ജനറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇക്വാലൻസ് ബിറ്റ്വീൻ CFG ആൻഡ് PDA, അതിനകത്ത് തന്നെ കൺവേർഷൻ ഓഫ് ദ CFG ഇൻ ടു PDA എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. ഹോപ്പ് ദ കൺസെപ്റ്റ് ഇസ് ക്ലിയർ. താങ്ക് യു.